നമസ്കാരം. ദ എക്കണോമിക് മെന്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് NCERT ക്ലാസ് 12 എക്കണോമിക്സിന്റെ രണ്ടാമത്തെ ചാപ്റ്റർ തുടങ്ങാൻ പോവാണ്. ചാപ്റ്റർ ഇതാണ്, തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. ഓക്കെ, അപ്പം നിങ്ങൾ എല്ലാവരും പുസ്തകത്തിൽ കണ്ടിട്ടുണ്ടാവും ഈ ഒരു ചാപ്റ്റർ. അപ്പം നമ്മളിന്ന് വളരെ വിശദമായിട്ട്, വളരെ ബേസിക് ആയിട്ട്, വളരെ സിമ്പിളായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം വാട്ട് ഈസ് കൺസ്യൂമർ ബിഹേവിയർ? എന്താണ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ? അപ്പം കൺസ്യൂമർ ബിഹേവിയർ എന്താണെന്ന് പറയുന്നതിന് മുമ്പായിട്ട് എന്താണ് കൺസ്യൂമർ, അല്ലെങ്കിൽ ആരാണ് ഒരു കൺസ്യൂമർ എന്ന് നമ്മൾ മനസ്സിലാക്കണം. കൺസ്യൂമർ എന്ന് പറയുന്നത് ഈസ് എ പേഴ്സൺ. നമ്മൾ പറയുന്നുണ്ട് ഒരു വ്യക്തിയാണ് കൺസ്യൂമർ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഒരു വ്യക്തിയെ കൺസ്യൂമർ എന്ന് വിളിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എ പേഴ്സൺ ഹൂ ബൈസ്, ഒരു വ്യക്തി അയാളൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നു ആൻഡ് ഹി കൺസ്യൂംസ് ദ പ്രൊഡക്റ്റ്. അയാളൊരു പ്രൊഡക്റ്റ് വാങ്ങുന്നു, അത് കൂടാതെ അത് കൺസ്യൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? കൺസ്യൂമർ എന്ന് വിളിക്കുന്നു. ഓക്കെ, അതാണ് കൺസ്യൂമർ. ഇനി നമ്മൾ കൺസ്യൂമറിന്റെ ബിഹേവിയറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. എന്താണ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ? കൺസ്യൂമർ ബിഹേവിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ഹൗ എ കൺസ്യൂമർ ഡിസൈഡ് ടു സ്പെൻഡ് ഹിസ് ഓർ ഹെർ ഇൻകം ഓൺ ഡിഫറെന്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ഗെറ്റ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ. ഒരു വ്യക്തിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു കൺസ്യൂമറെ സംബന്ധിച്ച്, അയാൾക്ക് അയാളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ വേണ്ടതെന്ന് വെച്ചാൽ അയാളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് അയാളുടെ ഏറ്റവും വലിയ എന്താ പറയുന്നത്, ജീവിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ അയാൾ ആ ജീവിതത്തിൽ അയാൾക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടണം. ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരു സാധനങ്ങളും സേവനങ്ങളും വാങ്ങാൻ അയാളുടെ ഇൻകം എങ്ങനെ സ്പെൻഡ് ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള തീരുമാനമാണ് എന്തെന്ന് പറയുന്നത്, കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാളുടെ സാലറി എന്ന് പറയുന്നത് 10,000 രൂപയാണെന്ന് കരുതുക. ഓക്കെ, 10,000 രൂപ അയാളുടെ ശമ്പളമുണ്ട്. ആ 10,000 രൂപയ്ക്ക് അയാളുടെ ആഗ്രഹങ്ങൾ സാധിച്ച് അയാൾ ജീവിക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ അയാൾ എന്തൊക്കെയാണ് ചിന്തിക്കേണ്ടത്? എനിക്ക് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങണം? ഓക്കെ, എനിക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് ബേസിക് ആയിട്ട് എന്താ പറയുക, ഫുഡ് വേണം, അതുപോലെ ക്ലോത്ത് വേണം, അതുപോലെ തന്നെ എന്ത് വേണം, എനിക്ക് ഷെൽട്ടർ അല്ലെ ഹൗസിങ് നമുക്ക് ആവശ്യമാണ്, പിന്നെ എനിക്ക് യാത്ര ചെയ്യാൻ വണ്ടി ആവശ്യമാണ്. അപ്പോൾ ഇങ്ങനെ ഈ 10,000 രൂപ ശമ്പളം എങ്ങനെ ഈ പ്രൊഡക്റ്റുകൾ, ഫുഡ് ആൻഡ് സർവീസസ് അല്ലെങ്കിൽ ഈ ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങാൻ എങ്ങനെ അയാൾ സ്പെൻഡ് ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഡിസിഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പം ഇതാണ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത്. പക്ഷേ ഈ കൺസ്യൂമർ ബിഹേവിയർ ചില സമയത്ത് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കണം, മനസ്സിലാക്കണം, നമ്മുടെ ഇൻകം എന്ന് പറയുന്നത് ലിമിറ്റഡാണ്. ഇപ്പോൾ ഒരാളെ സംബന്ധിച്ച് അയാളുടെ ഇൻകം എന്ന് പറയുന്നത് അതിങ്ങനെ അൺലിമിറ്റഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ അയാളുടെ സാലറി ലിമിറ്റഡ് സാലറി നിന്നുകൊണ്ട് അയാളുടെ ഈ അൺലിമിറ്റഡ് വാണ്ട്, ഇപ്പോൾ ഇന്ന് ഫുഡ് കഴിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു, നമുക്കിന്ന് ക്ലോത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നു, ഹൗസിങ്, ഇത്രയും ബേസിക് നീഡ് പറയുന്നു. കൂടാതെ ചിലപ്പോൾ നമ്മൾ വിചാരിക്കാം എനിക്ക് കുറച്ച് ഒരു ഇലക്ട്രോണിക് ഗാഡ്ജറ്റ് വേണം, കാറ് വേണം, കുറച്ചൊരു ബെറ്റർ ഓപ്ഷൻസ്, ബെറ്റർ കാർ വേണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആയിട്ട് മാറുവാണ്. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും അൺലിമിറ്റഡ് ആണ്. പക്ഷേ ഈ നമ്മുടെ സാലറി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. അപ്പൊ ഇത് തമ്മിൽ പ്രോപ്പർ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റണം. സോ എപ്പോഴും ഒരു കൺസ്യൂമറിനെ സംബന്ധിച്ച് അയാളുടെ ചോയ്സ് ആണ് അയാളുടെ പ്രശ്നം എന്ന് പറയുന്നത്, അയാൾക്കുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത്. ഇപ്പൊ എനിക്ക് 10,000 രൂപ ശമ്പളം ഉള്ളൂ, അപ്പൊ ഞാൻ ഈ 10,000 രൂപ ശമ്പളം വെച്ച് എനിക്ക് ജീവിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ബെൻസ് കാർ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. സോ എൻ്റെ ചോയ്സ് ഞാൻ മാറ്റണം, അല്ലെങ്കിൽ എൻ്റെ ഇൻകം കൂട്ടണം. ഇല്ലെന്നുണ്ടെങ്കിൽ അതൊരു പ്രോബ്ലം ആവും. അതാണ് പറയുന്നത്, ഇറ്റ്സ് എ കൺസ്യൂമേഴ്സ് പ്രോബ്ലം ഓഫ് ചോയ്സ്. കൺസ്യൂമറിന്റെ തിരഞ്ഞെടുക്കുന്നതിനുള്ള പ്രശ്നമാണ്, അപാകതയാണത്. സോ എവറി കൺസ്യൂമർ ഹാസ് ലിമിറ്റഡ് ഇൻകം ബട്ട് അൺലിമിറ്റഡ് വാണ്ട്. ക്ലിയർ? ഇനി നമുക്ക് എങ്ങനെയാണ് ഈ കൺസ്യൂമർ ബിഹേവിയറിന്റെ ഒരു രീതി എന്ന് നോക്കാം. സോ എവറി കൺസ്യൂമർ മസ്റ്റ് ഡിസൈഡ് വാട്ട് ടു ബൈ. അപ്പോൾ എല്ലാ കൺസ്യൂമറും ചെയ്യേണ്ട കാര്യം എന്താണ്? ഹി ഹാസ് ടു ഡിസൈഡ് വാട്ട് ടു ബൈ. എന്ത് സാധനം വാങ്ങണം എന്ന് അവർ ആദ്യം തീരുമാനിക്കണം. അതുപോലെ ഹൗ മച്ച് ടു ബൈ, എത്രത്തോളം വാങ്ങണം. ആൻഡ് വിച്ച് കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് ഗീവ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ. ഏത് സാധനങ്ങൾ ഏത് കോമ്പിനേഷനിൽ യൂസ് ചെയ്യുമ്പോഴാണ് ഒരു മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് എന്നുകൂടി ഒരു കൺസ്യൂമർ തീരുമാനിക്കണം. എന്നെങ്കിൽ മാത്രമേ ഈ കൺസ്യൂമർ ബിഹേവിയർ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഡിസിഷൻ പ്രോപ്പറായിട്ട് പോവുകയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ദ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് കോൾഡ് ദ പ്രോബ്ലം ഓഫ് ചോയ്സ്. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത്, കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി മറ്റൊരു ടേം ആണ് നമുക്ക് പഠിക്കാനുള്ളത്, യൂട്ടിലിറ്റി എന്ന് പറയുന്ന ഒരു ടേം.
ഓക്കെ, ഇനി യൂട്ടിലിറ്റി എന്താണ് ഡെഫിനേഷൻ നമ്മൾ പഠിക്കാം. യൂട്ടിലിറ്റി ഈസ് ദ വാൺ സാറ്റിസ്ഫൈയിങ് കപ്പാസിറ്റി ഓഫ് എ കമ്മോഡിറ്റി. ഇൻ സിമ്പിൾ വേർഡ്സ്, യൂട്ടിലിറ്റി മീൻസ് ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് എ കൺസ്യൂമർ ഗെറ്റ്സ് ഫ്രം കൺസ്യൂമിങ് എ ഗുഡ്സ് ഓർ സർവീസ്. അതായത് ഒരു കൺസ്യൂമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദോസ് ഹു പർച്ചേസ് എ പ്രൊഡക്റ്റ് ആൻഡ് കൺസ്യൂം ഇറ്റ്. ഒരു സാധനം വാങ്ങി ഉപയോഗിക്കുന്ന ആളാണ് കൺസ്യൂമർ എന്ന് പറയുന്നത്. അതായത് ഒരു സാധനം വാങ്ങി കഴിയുമ്പോൾ ആ സാധനം ഉപയോഗിക്കുമ്പോൾ ആ കൺസ്യൂമറിന് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം ആ കൺസ്യൂമർക്ക് എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ കിട്ടി എന്ന് പറയുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു കൺസ്യൂമർ, ഇപ്പൊ ഞാനൊരു കാറ് വാങ്ങി ഞാനത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുമോ ഇല്ലയോ? സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഓക്കെ, എനിക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷന്റെ പേരാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഈ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ മറ്റൊരു പേര് പറയാം, ഇറ്റ്സ് എ വാണ്ട് സാറ്റിസ്ഫൈയിങ് കപ്പാസിറ്റി. യൂട്ടിലിറ്റി മറ്റൊരു പേരും പറയും വാണ്ട് സാറ്റിസ്ഫൈയിങ് കപ്പാസിറ്റി. അതൊരു കമ്മോഡിറ്റിക്ക് എത്രത്തോളം ഒരു മനുഷ്യന്റെ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്നു എന്ന് തന്നെയാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ? അതാണ് യൂട്ടിലിറ്റി. ഇനി നമുക്ക് ഡിമാൻഡും യൂട്ടിലിറ്റിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കാം. ഓക്കെ, കൺസ്യൂമർ ഡിസൈഡ് ഹൗ മച്ച് ഓഫ് എ കമ്മോഡിറ്റി ടു ബൈ ബേസ്ഡ് ഓൺ ദ യൂട്ടിലിറ്റി ഡിറൈവ്ഡ് ഫ്രം ഇറ്റ്. ഓക്കെ, അതായത് ഇതിന്റെ ഒരു കണക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് എപ്പോഴും നിങ്ങളൊന്ന് ആലോചിച്ചേക്കാം, നിങ്ങളൊരു പ്രൊഡക്റ്റ് വാങ്ങുന്നത് എന്ത് നോക്കിയിട്ടാണ് വാങ്ങുന്നത്? അത് എനിക്ക് എത്രത്തോളം എന്റെ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്താൻ കഴിയും എന്നനുസരിച്ചായിരിക്കും നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങുന്നത്. ഇപ്പൊ നിങ്ങൾ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ നിങ്ങൾ 2 പ്രൊഡക്റ്റ് കാണുന്നുണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾ നൂഡിൽസ് പാക്കറ്റ് മാഗിയും എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റും കാണുന്നുണ്ട്, അതുപോലെ ഇപ്പി എന്ന് പറയുന്ന 2 പ്രൊഡക്റ്റും കാണുന്നുണ്ട്. 2 പ്രൊഡക്റ്റ് നിങ്ങൾ കാണുന്നുണ്ട്. ഓക്കെ, നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും രണ്ടും നൂഡിൽസ് ആണ്, രണ്ടും നല്ല ബ്രാൻഡഡ് കമ്പനിയാണ്. ബട്ട് നമ്മൾ ചിന്തിക്കും ഏതായിരിക്കും എനിക്ക് ആ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നത്, ടേസ്റ്റ് കൊണ്ട് എന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതായിരിക്കും എന്നായിരിക്കും നമ്മൾ ചിന്തിക്കും. ചിലർക്ക് മാഗി ആയിരിക്കാം, ചിലർക്ക് ഇപ്പി ആയിരിക്കാം. സോ ദേ വിൽ ചൂസ്. ഓക്കെ, സോ അതാണ് ആ ടേസ്റ്റ് എന്ന് പറയുന്നതാണ് അവിടെ വാൺ സാറ്റിസ്ഫൈങ് കപ്പാസിറ്റി. അതാണ് അതിന്റെ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ യൂട്ടിലിറ്റി കൂടുതൽ ഏതിനാണോ കിട്ടുന്നത്, ആളുകൾ എന്ത് ചെയ്യും? അത് ഡിസൈഡ് ചെയ്യും, അത് വാങ്ങും. സോ കൺസ്യൂമർ ഡിസൈഡ്സ് ഹൗ മച്ച് ഓഫ് എ കമ്മോഡിറ്റി ടു ബൈ ബേസ്ഡ് ഓൺ ദ യൂട്ടിലിറ്റി. അതിൽ നിന്ന് എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതെന്ന് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും ആളുകൾ അത് വാങ്ങുന്നത്. സോ അതുകൊണ്ട് തന്നെ ഹയർ യൂട്ടിലിറ്റി, ഹയർ ഡിമാൻഡ്. ഒരു പ്രൊഡക്റ്റിന് ഒത്തിരി യൂട്ടിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? അതിന് നല്ല ഡിമാൻഡ് ആയിരിക്കും. അതിന്റെ യൂട്ടിലിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ ലോവർ ഡിമാൻഡ് ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ അതാണ് യൂട്ടിലിറ്റിയും ഡിമാൻഡും തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ യൂട്ടിലിറ്റി എന്താണെന്ന് മനസ്സിലായി, ആ ഡിമാൻഡും യൂട്ടിലിറ്റിയും തമ്മിലുള്ള ബന്ധവും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സിമ്പിൾ അല്ലേ? നമുക്കിനി അടുത്തതിലേക്ക് പോവാം. ഇനി നമുക്ക് നീഡും യൂട്ടിലിറ്റിയും തമ്മിലുള്ള ബന്ധം നോക്കാം. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നീഡ് ആൻഡ് യൂട്ടിലിറ്റി. ഓക്കെ, അതായത് നമ്മൾ ഡിമാൻഡിനെ കുറിച്ച് പറഞ്ഞു, പിന്നെന്ന് പറയുന്നത് എന്താണ്, ഡിമാൻഡും യൂട്ടിലിറ്റിയും തമ്മിലുള്ള ബന്ധം നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ നീഡും യൂട്ടിലിറ്റി. നീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആവശ്യം. നീഡ് എന്ന് വെച്ചാൽ വളരെ അത്യാവശ്യം, അതില്ലെങ്കിൽ നമുക്ക് പറ്റത്തില്ല എന്നുള്ളൊരു കണ്ടീഷനെയാണ് നമ്മൾ നീഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം, സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. ദ ഗ്രേറ്റർ ദ നീഡ് ഓർ ഡിസയർ ഫോർ എ കമ്മോഡിറ്റി, ദ ഗ്രേറ്റർ ഈസ് ദ യൂട്ടിലിറ്റി ഡിറൈവ്ഡ് ഫ്രം ഇറ്റ്. അതായത് നമുക്ക് നീഡോ അല്ലെങ്കിൽ ആഗ്രഹമോ ഒരു കമ്മോഡിറ്റി, ഒരു വസ്തുവിന്റെ മേൽ നമ്മളുടെ ആവശ്യം വളരെ അധികമാണെന്നുണ്ടെങ്കിൽ അതിന്റെ യൂട്ടിലിറ്റി കൂടുതലായിരിക്കും, അതിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി കൂടുതലായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഒരു വസ്തുവിനോടുള്ള നമ്മളുടെ ആഗ്രഹം അല്ലെങ്കിൽ ഒരു വസ്തുവിനോടുള്ള നമ്മളുടെ ആവശ്യം എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ് ആ പ്രൊഡക്റ്റ്. സോ അതിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി നമുക്ക് ഭയങ്കരമായിരിക്കും, സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കൂടുതലായിരിക്കും. ഓക്കെ, എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. നോക്കിയേ, എ ഹംഗ്രി പേഴ്സൺ ഗെറ്റ്സ് മോർ യൂട്ടിലിറ്റി ഫ്രം ഫുഡ് ദാൻ എ പേഴ്സൺ ഹു ഹാസ് ജസ്റ്റ് ഈറ്റൻ. ഓക്കെ, 2 ആളുകളെ നോക്കിക്കോ. ഒരാളെ നമ്മൾ P1 എന്നും ഒരാളെ നമ്മൾ P2 എന്നും ഇടാം. ഓക്കെ, ഈ P1 എന്ന് പറയുന്ന ആള് ഒരു ദിവസം ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ഒരാളാണ്. ഓക്കെ, ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് ദിവസമായി. P2 എന്ന് പറയുന്ന ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ നോർമലായിട്ട് ഫുഡ് 3 നേരം കഴിച്ചു പോകുന്ന ആളാണ്. ഓക്കെ, നോക്ക്, ഇവർ 2 പേരുടെ മുമ്പിൽ ഫുഡ് കൊണ്ടുവച്ചു. ഓക്കെ, 2 പേരുടെ മുമ്പിൽ ഫുഡ് കൊണ്ടുവച്ചു. ഓക്കെ, P1 എന്ന് പറഞ്ഞ ആളെ സംബന്ധിച്ച് 2 ദിവസമായിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കും, ഭയങ്കര വിശപ്പാണ്. പക്ഷെ എന്ത് ചെയ്യും? ഈ ഫുഡ് പെട്ടെന്ന് എടുത്ത് കഴിക്കും. പുള്ളിക്ക് ആ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, അത് ഭയങ്കരമായിരിക്കും. അതൊരിക്കലും P2
രണ്ടാമത്തെ വ്യക്തിക്ക് ഒരിക്കലും കിട്ടത്തില്ല. കാരണം രണ്ടാമത്തെ വ്യക്തി നോർമലി കഴിച്ചു പോകുന്ന ഒരാളാണ്. ആ പുള്ളിയെ സംബന്ധിച്ച് ഒരു ഭക്ഷണം കഴിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. മറ്റേ സംബന്ധിച്ച് അങ്ങനെയല്ല. ഭക്ഷണത്തിന്റെ ടേസ്റ്റ് മാത്രമല്ല, അത് 2 ദിവസമായിട്ട് പട്ടിണി കിടന്ന ഒരാളെ സംബന്ധിച്ച് ജീവൻ നിലനിർത്തേണ്ട വലിയൊരു സാറ്റിസ്ഫാക്ഷൻ, ജീവൻ നിലനിർത്തി എന്ന് പറയുന്നൊരു സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്നുണ്ട്. സോ എപ്പോഴും ഒരു വസ്തുവിനോടുള്ള നീഡ്, അതിനുള്ള ആഗ്രഹം കൂടുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഗ്രേറ്റർ ഈസ് ദ യൂട്ടിലിറ്റി ഡിറൈവ്ഡ് ഫ്രം ഇറ്റ്. ഓക്കെ, ഇനി ഡ്യൂറിങ് സമ്മർ കോൾഡ് ഡ്രിങ്ക്സ് പ്രൊവൈഡ് മോർ യൂട്ടിലിറ്റി ദാൻ ഇൻ വിന്റർ. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, കൂൾ ഡ്രിങ്ക്സ്. ഇപ്പം നിങ്ങൾ ഒരു തണുത്ത ഒരു പെപ്സി നിങ്ങൾ ചിന്തിച്ചു നോക്കുക. നിങ്ങൾ ഈ തണുത്ത പെപ്സി ഒരു നല്ല ചൂടുള്ള കാലാവസ്ഥയിൽ നിങ്ങൾ പുറത്തിറങ്ങി നടന്നിട്ട് നിങ്ങളുടെ കടയിൽ കയറിയിട്ട് ഒരു തണുത്ത പെപ്സി മേടിച്ച് കുടിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, യൂട്ടിലിറ്റി ഉണ്ട്. ആ യൂട്ടിലിറ്റിയും നിങ്ങൾ ഈ തണുത്ത ഒരു പെപ്സി ഒരു തണുത്ത കാലാവസ്ഥയിൽ നല്ല മഞ്ഞൊക്കെ ഉള്ള സമയത്ത് മേടിച്ച് കുടിച്ചാൽ എന്താ തോന്നുന്നത്? കുടിക്കാൻ തോന്നില്ല. സാറ്റിസ്ഫാക്ഷൻ, യൂട്ടിലിറ്റി കുറവാണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതാണ് നീഡും യൂട്ടിലിറ്റിയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി അടുത്ത മറ്റൊരു ടോപ്പിക്കാണ് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്ന് പറയുന്നത്. കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്താന്ന് നോക്കാം. ദ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് അസ്യൂംസ് ദാറ്റ് ദ യൂട്ടിലിറ്റി ഓർ സാറ്റിസ്ഫാക്ഷൻ ക്യാൻ ബി മെഷേർഡ് ന്യൂമറിക്കലി. ഇവർ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറച്ചു മുമ്പ് സാറ്റിസ്ഫാക്ഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ, നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടി, സാറ്റിസ്ഫാക്ഷൻ ഭയങ്കരമായിരുന്നു എന്നൊക്കെ പറയാം. ഭയങ്കരമാണ്, നല്ല സാറ്റിസ്ഫാക്ഷൻ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും നമുക്കിതിനെ മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, ആ മെഷർ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്ന് പറയുന്നത്. അതായത് ഒരു പ്രൊഡക്റ്റിനകത്ത് നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളൊരു വസ്തുവിന്റെ നീളത്തെക്കുറിച്ച് പറയുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ വെയിറ്റിനെ കുറിച്ച് നമ്മൾ മെഷർ ചെയ്ത് പറയുമല്ലോ, 5 കിലോ 5 മീറ്റർ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അപ്പൊ എന്ന് പറയുന്ന പോലെ യൂട്ടിലിറ്റി അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അങ്ങനെ ന്യൂമറിക്കലി മെഷർ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിൽ യൂട്ടിലിറ്റി എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? യൂട്ടിലിറ്റി ഈസ് മെഷർഡ് ഇൻ ഇമാജിനറി യൂണിറ്റ് കോൾഡ് യൂട്ടിൽസ്. യൂട്ടിൽ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് വെച്ചിട്ടാണ് നമ്മളുടെ സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യുന്നത്. നമ്മൾ വെയിറ്റ് മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു വസ്തുവിന്റെ വെയിറ്റ് ഞങ്ങൾ മെഷർ ചെയ്യുന്നത് എങ്ങനെ? കിലോഗ്രാമില് അല്ലെങ്കിൽ ഗ്രാമില് ഒക്കെ അല്ലേ നമ്മൾ പറയുന്നത് വെയിറ്റ് പറയുന്നത്. ഇവിടെ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ പറയുന്നത് എന്താണ്? യൂട്ടിൽസ്, 5 യൂട്ടിൽ, 10 യൂട്ടിൽ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അങ്ങനെ മെഷർ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഉദാഹരണം നോക്കിയോ. ഇഫ് എ കൺസ്യൂമർ ഗെറ്റ്സ് 50 യൂണിറ്റ്സ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഫ്രം എ ഷർട്ട്, വി സേ യൂട്ടിലിറ്റി ഓഫ് ദ ഷർട്ട് ഈസ് 50 യൂട്ടിൽസ്. ഇപ്പം നമുക്ക് ഒരു കൺസ്യൂമർ ഷർട്ട് വാങ്ങി ആ ഷർട്ടിനകത്ത് നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ 50 യൂണിറ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പം നമുക്ക് പറയാൻ പറ്റും, അപ്പോൾ അതിന്റെ യൂട്ടിലിറ്റി 50 യൂട്ടിൽസ് ആണ്. അങ്ങനെ യൂട്ടിൽസ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് വെച്ച് നമ്മൾ ഒരു വസ്തുവിന്റെ അല്ലെങ്കിൽ കമ്മോഡിറ്റിയുടെ മുകളിൽ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനെ മെഷർ ചെയ്യുന്നതിനാണ് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്ന് പറയുന്നത്. ക്ലിയർ? സിമ്പിൾ അല്ലേ? വളരെ എളുപ്പമല്ലേ? അടുത്ത ഭാഗത്തേക്ക് പോവാം. ഇനി നമുക്ക് യൂട്ടിലിറ്റി മെഷർ ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നല്ലോ, അതിനാണ് നമ്മൾ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് യൂട്ടിലിറ്റി മെഷർമെന്റിന്റെ 2-3 കോൺസെപ്റ്റുകളുണ്ട്, അത് നമുക്ക് പഠിക്കാം. രണ്ട് കാര്യങ്ങളുള്ളൂ. ഒന്നെന്ന് പറയുന്നത് ടോട്ടൽ യൂട്ടിലിറ്റി, മാർജിനൽ യൂട്ടിലിറ്റി. ഓക്കെ, ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമ്മൾ ആദ്യം യൂട്ടിലിറ്റിയെ കുറിച്ച് പറഞ്ഞു. ഒരു വസ്തുവിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വന്നത് കാർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയും. അതായത് ഒരു വസ്തു വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ സാറ്റിസ്ഫാക്ഷനെ മെഷർ ചെയ്യാന്ന് പറഞ്ഞു. ആ മെഷർ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. ഓക്കെ, ഇനി ആ യൂട്ടിലിറ്റിക്ക് 2-3 കോൺസെപ്റ്റുകൾ പറയുന്നുണ്ട്. അതിലൊന്നാണ് ടോട്ടൽ യൂട്ടിലിറ്റി, മാർജിനൽ യൂട്ടിലിറ്റി. എന്താന്ന് നമുക്ക് പറയാം. ആദ്യം നമുക്ക് ടോട്ടൽ യൂട്ടിലിറ്റി എന്താന്ന് നോക്കാം. ഓക്കെ, ടോട്ടൽ യൂട്ടിലിറ്റി ഇസ് ദ ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ ഒബ്റ്റെയിൻഡ് ഫ്രം കൺസ്യൂമിങ് എ ഗിവൺ ക്വാണ്ടിറ്റി ഓഫ് എ കമ്മോഡിറ്റി. ഒരു കമ്മോഡിറ്റി നമുക്ക് തന്നിരിക്കുന്ന ഒരു ഗിവൺ ക്വാണ്ടിറ്റി നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ടോട്ടൽ യൂട്ടിലിറ്റി. ഇപ്പൊ ഉദാഹരണത്തിന് നമുക്കൊരു 5 ചോക്ലേറ്റ് തരുന്നു. ഓക്കെ, 5 ചോക്ലേറ്റ് തരുമ്പോൾ നമ്മൾ 5 ചോക്ലേറ്റും കഴിക്കുകയാണ്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോക്ലേറ്റിൽ നിന്ന് കിട്ടിയ യൂട്ടിലിറ്റി പ്ലസ് രണ്ടാമത്തെ ചോക്ലേറ്റിൽ നിന്ന് കിട്ടിയത്, മൂന്നാമത്തെ നിന്ന് കിട്ടിയത്, അങ്ങനെ 5 ചോക്ലേറ്റും കഴിച്ചപ്പോൾ നമുക്ക് ഓരോന്നിൽ നിന്നും എത്ര യൂട്ടിലിറ്റി വെച്ച് കിട്ടി, എത്ര സാറ്റിസ്ഫാക്ഷൻ വെച്ച് കിട്ടി, എത്ര യൂട്ടിൽ വെച്ച് കിട്ടി എന്നുള്ളത് കൂട്ടി എടുക്കുന്നതിനാണ് നമ്മൾ
ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആണ്. സോ അതിന്റെ ഫോർമുല നോക്കിക്കേ, ടി യു അല്ലെങ്കിൽ ടോട്ടൽ യൂട്ടിലിറ്റി ഈക്വൽ ടു സം ഓഫ് യൂട്ടിലിറ്റീസ് ഒബ്റ്റൈൻഡ് ഫ്രം ഓൾ യൂണിറ്റ്സ് കൺസ്യൂംഡ്. നമുക്ക് തന്നിരിക്കുന്ന ആ മൊത്തം എല്ലാ യൂണിറ്റിൽ നിന്നും നമുക്ക് കിട്ടിയ യൂട്ടിലിറ്റി നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നു, അതിനെയാണ് നമ്മൾ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ടോട്ടൽ യൂട്ടിലിറ്റിയുടെ ഫോർമുല ഇത് ഒന്നുകിൽ ഈ ഫോർമുല അല്ലെങ്കിൽ മറ്റൊരു ഫോർമുല എന്ന് വെച്ച് കഴിഞ്ഞാൽ MU1 പ്ലസ് MU2 പ്ലസ് MU3 പ്ലസ് എറ്റ്സെട്ര പ്ലസ് MUN. അത് MU എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർജിനൽ യൂട്ടിലിറ്റി, ഒന്നാമത്തത്, രണ്ടാമത്തത്, മൂന്നാമത്തത്. ഇത് ഞാൻ തൽക്കാലം ഇപ്പൊ പറയുന്നില്ല, നമുക്ക് മാർജിനൽ യൂട്ടിലിറ്റി പറഞ്ഞതിന് ശേഷം നമുക്ക് ആ ഫോർമുല പറയാം. തൽക്കാലം ടോട്ടൽ യൂട്ടിലിറ്റി എന്താണെന്ന് മനസ്സിലായല്ലോ. ക്ലിയർ? നോക്കിയേ, ആദ്യം നമുക്ക് 10 ബനാന നമുക്ക് തന്നിട്ടുണ്ട്, അല്ലെ സോറി 5 ബനാന തന്നിട്ടുണ്ട്. ഓക്കെ, 5 ബനാന. ഓക്കെ, 5 ബനാനയും കഴിക്കുമ്പോൾ യൂട്ടിലിറ്റി നമുക്ക് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ബനാന നമ്മൾ കഴിച്ചപ്പോൾ നമുക്ക് എത്ര കിട്ടി? ടോട്ടൽ യൂട്ടിലിറ്റി, സോറി നമുക്ക് എത്ര യൂട്ടിലിറ്റി കിട്ടി? 10 യൂട്ടിലിറ്റി കിട്ടി. അപ്പൊ ടോട്ടൽ എത്രയായി? 10 ആയി. ആ 10 അവിടെ നിൽക്കുവാണേ. ക്ലിയർ? ഇനി രണ്ടാമത്തെ കഴിച്ചപ്പോൾ എത്ര യൂട്ടിലിറ്റി കിട്ടി? 8 എണ്ണേ കിട്ടിയുള്ളൂ. അതിന് റീസൺ ഉണ്ട്. കാരണം നമുക്ക് ആദ്യത്തേത് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എപ്പോഴും രണ്ടാമത്തെ കഴിക്കുമ്പോൾ കിട്ടണമെന്നില്ല ചിലപ്പോൾ. കാരണം എന്ന് വെച്ചാൽ ആദ്യം നല്ല ആഗ്രഹം കൊണ്ടോ വിശപ്പ് കൊണ്ടോ ഒക്കെ ആയിരിക്കും നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് രണ്ടാമത്തെ അത്രയും കിട്ടത്തില്ല. ക്ലിയർ? അപ്പം അതാണ് 10ൽ നിന്ന് 8ലേക്ക് കുറഞ്ഞത്. അപ്പോൾ ആദ്യത്തേനെ 10 പ്ലസ് 8 ഇപ്പം 18 ടോട്ടൽ യൂട്ടിലിറ്റി. ഇനി മൂന്നാമത്തെ കഴിക്കുകയാണ്. മൂന്നാമത്തെ കഴിക്കുമ്പോൾ 6 യൂട്ടിലിറ്റി അതിൻ്റെ വരുന്നത്. 6 കൂട്ടുമ്പോൾ 18 പ്ലസ് 6 എത്ര കിട്ടി? 24 കിട്ടി. ഓക്കെ, നാലാമത്തെ കഴിക്കുമ്പോൾ എത്ര കിട്ടി? 4 യൂട്ടിലിറ്റി. ഇപ്പൊ 24 പ്ലസ് 4 28 ഓക്കെ, അഞ്ചാമത്തെ കഴിച്ചപ്പോൾ എത്ര കിട്ടി? 2. ഇപ്പൊ 28 2 30. ഓക്കെ, ഇപ്പൊ മൊത്തം നോക്കിയ 10 പ്ലസ് 8 18, 18 6 24, 24 4 28, 28 2 30. മൊത്തം ടോട്ടൽ യൂട്ടിലിറ്റി എത്ര കിട്ടി? 30 കിട്ടി. ഇതാണ് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ക്ലിയർ? ഇനി നമുക്ക് മാർജിനൽ യൂട്ടിലിറ്റി എന്താണെന്ന് നോക്കാം. ക്ലിയർ? മാർജിനൽ യൂട്ടിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ് ദ അഡീഷണൽ സാറ്റിസ്ഫാക്ഷൻ ഒബ്റ്റൈൻഡ് ഫ്രം കൺസ്യൂമിങ് വൺ ഓർ മോർ ഓഫ് എ കമ്മോഡിറ്റി. അതായത് നമ്മൾ അഡീഷണൽ ഒരു യൂണിറ്റ് കഴിക്കുമ്പോൾ നമുക്ക് എത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു, അതിനെയാണ് നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് ചേഞ്ച് ഇൻ ടോട്ടൽ യൂട്ടിലിറ്റി. ഓക്കെ, അതായത് നമുക്ക് ടോട്ടൽ കിട്ടുന്ന യൂട്ടിലിറ്റിയെ കാട്ടി അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന്റെ തൊട്ട് മുമ്പുള്ള യൂട്ടിലിറ്റി കുറയ്ക്കുമ്പോൾ എത്ര കിട്ടുന്നു, അതിനാണ് നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഞാൻ ഒന്നുകൂടെ ഈ എക്സാമ്പിൾ ഒന്ന് കാണിക്കാം. ഇവിടെ നോക്കിയേ, നിങ്ങൾക്ക് 10 നമുക്കിവിടെ ആദ്യത്തെ യൂട്ടിലിറ്റി. ക്ലിയർ? ഒന്നാമത്തെ കഴിച്ചപ്പോൾ 10 യൂട്ടിലിറ്റി കിട്ടി. അഡീഷണൽ ഒരു യൂണിറ്റ് കൂടെ കഴിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 8 യൂട്ടിലിറ്റി. അപ്പൊ അതാണ് അതിന്റെ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്, 8. ഓക്കെ, അപ്പൊ എത്രയായി? ടോട്ടല് 18. അപ്പൊ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് 18. ക്ലിയർ ആണ്? മാർജിനൽ യൂട്ടിലിറ്റി എത്രയാണ്? 8. ഓക്കെ, ഇനി നോക്കാം, മൂന്നാമത് നോക്കാം. 10 പ്ലസ് ഇപ്പൊ 18 അല്ലേ നിൽക്കുന്ന ടോട്ടൽ യൂണിറ്റ്? 18. ഇനി മൂന്നാമത്തെ അഡീഷണൽ യൂണിറ്റ് കഴിക്കുമ്പോൾ എത്ര കിട്ടി? 6 കിട്ടി. പ്ലസ് 6 ഈക്വൽ ടു 24. ടോട്ടൽ യൂട്ടിലിറ്റി എത്ര കിട്ടി? 24. മാർജിനൽ യൂട്ടിലിറ്റി 6. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോർമുല നിങ്ങൾ നോക്കിക്കേ. ടോട്ടൽ യൂട്ടിലിറ്റി ഈക്വൽ ടു MU1, അതാണ് ഈ പറയുന്ന ഇത്. ഓക്കെ, ഓക്കെ, MU2 എന്ന് പറഞ്ഞ രണ്ടാമത്തെ യൂണിറ്റ് കഴിക്കുമ്പോൾ ഉള്ളത്. ഓക്കെ, MU3 മൂന്നാമത്തെ യൂണിറ്റ് കഴിക്കുമ്പോൾ ഉള്ളത്. MU4 നാലാമത്തത്. MU5 അഞ്ചാമത്തത്. ഇതെല്ലാം കൂടെ കൂട്ടിയെടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് പറഞ്ഞ ടോട്ടൽ യൂട്ടിലിറ്റി. ക്ലിയർ? അതാണ് നമ്മൾ പറഞ്ഞ ടോട്ടൽ യൂട്ടിലിറ്റി, മാർജിനൽ യൂട്ടിലിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇത് നമുക്ക് മറ്റൊരു നിയമം നോക്കാം. ആ നിയമം ഇതാണ്:
ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി, അതായത് ലോ ഓഫ് നിയമമാണ്. എന്തിനെ കുറിച്ചുള്ള നിയമം? ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. ഡിമിനിഷിംഗ് എന്ന് വെച്ചാൽ എന്താണ്? കുറഞ്ഞു കുറഞ്ഞു വരുന്നതിനാണ് നമ്മൾ ഡിമിനിഷിംഗ് എന്ന് പറയുന്നത്. അതായത് മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്നതുമായി ബന്ധപ്പെട്ട ഒരു നിയമം. അത്രയും മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ലോ ഓഫ് മാർജിനൽ യൂട്ടിലിറ്റി, മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞു കുറഞ്ഞു വരുന്നു, ആ നിയമത്തെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നോക്കാം ആ നിയമം എന്താ പറയുന്നത്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് മാർജിനൽ യൂട്ടിലിറ്റി ഫ്രം കൺസ്യൂമിങ് ഈച്ച് അഡീഷണൽ യൂണിറ്റ് ഓഫ് എ കമ്മോഡിറ്റി ഡിക്ലൈൻസ് ആസ് ഇറ്റ്സ് കൺസംഷൻ ഇൻക്രീസസ് വൈൽ കീപ്പിംഗ് ദ കൺസംഷൻ ഓഫ് അതർ കമ്മോഡിറ്റീസ് കോൺസ്റ്റന്റ്. ഓക്കെ, അതായത് പറയുന്ന നിയമം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് മാർജിനൽ യൂട്ടിലിറ്റി ഫ്രം കൺസ്യൂമിങ് ഈച്ച് അഡീഷണൽ യൂണിറ്റ്, ഒരു കമ്മോഡിറ്റിയുടെ ഓരോ അഡീഷണൽ യൂണിറ്റ് നമ്മൾ കഴിക്കും തോറും അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യും തോറും ആ ഓരോ പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടുന്ന, ഓരോ യൂണിറ്റിൽ നമുക്ക് കിട്ടുന്ന യൂട്ടിലിറ്റി കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. വൈൽ കീപ്പിംഗ് ദ കൺസംഷൻ ഓഫ് അതർ കമ്മോഡിറ്റി കോൺസ്റ്റന്റ്. മറ്റ് കമ്മോഡിറ്റീസിന്റെ ഒക്കെ ഈ പറയുന്ന കൺസംഷൻ കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തി കഴിഞ്ഞാൽ നമ്മൾ ചില പ്രൊഡക്റ്റിന്റെ എത്ര യൂണിറ്റ് കഴിക്കുമ്പോൾ നമ്മളുടെ മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും എന്നാണ് ഈ നിയമം പറയുന്നത്. ഇവിടെ നോക്കിക്കുക, നിങ്ങൾക്ക് ഈ ഇത് കാണുമ്പോൾ നിങ്ങൾക്കറിയാം, ഒന്നാമത്തെ ബനാന കഴിച്ചപ്പോൾ 10 നമ്മുടെ യൂട്ടിലിറ്റി, രണ്ടാമത്തെ കഴിച്ചപ്പോഴത്തേക്ക് 8 6 4 2. ദാറ്റ് മീൻസ് മാർജിനൽ യൂട്ടിലിറ്റി ഡിമിനിഷ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് ദ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. ക്ലിയർ ആണേ? ഞാനൊരു ഉദാഹരണം നിങ്ങൾക്ക് പറയാം, അപ്പൊ പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. നോക്കിയാട്ടെ, ഉദാഹരണം ഇതാണ്. സപ്പോസ് യു ആർ വെരി ഹാംഗ്രി, നിങ്ങൾ ഭയങ്കര വിശന്ന് ഇരിക്കുന്ന ഒരു സമയമാണ്. സോ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു പിസ്സ കൊണ്ടുവെക്കുകയാണ്. സോ ഫസ്റ്റ് സ്ലൈസ് ഓഫ് പിസ്സ വെരി സാറ്റിസ്ഫൈങ്, കാര്യം നല്ല വിശപ്പാണ്. അപ്പൊ നിങ്ങൾക്ക് ആദ്യത്തെ ഒരു കഷ്ണം പിസ്സ വന്നു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ പെട്ടെന്ന് കഴിക്കും, ബിക്കോസ് നല്ല ഹംഗ്രിയാണ്. ഓക്കെ, അപ്പോഴത്തേക്ക് നിങ്ങളുടെ വിശപ്പൊന്ന് കുറച്ച് കുറഞ്ഞു. രണ്ടാമത്തെ സ്ലൈസ് എടുക്കുമ്പോഴത്തേക്ക് സാറ്റിസ്ഫൈങ് ആണ്, പക്ഷെ ആദ്യം കഴിച്ചതിന്റെ അത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. മൂന്നാമത്തെ കഴിക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ സാറ്റിസ്ഫാക്ഷൻ കുറയോ, കാരണം വിശപ്പ് മാറിക്കൊണ്ടിരിക്കുക. വിശപ്പാണല്ലോ നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. നാലാമത്തെ സ്ലൈഡ് എടുക്കുമ്പോഴത്തേക്ക് വെരി ലിറ്റിൽ അഡീഷണൽ സാറ്റിസ്ഫാക്ഷൻ. അപ്പോഴത്തേക്ക് നിങ്ങൾ വിശപ്പ് മാറി ഏകദേശം വയറൊക്കെ നിറഞ്ഞു ഒക്കെ ആയി, നിങ്ങൾ കംഫർട്ടായി എന്ന് തോന്നുന്നൊരു ഘട്ടം വരുമ്പോഴത്തേക്ക് നാലാമത്തെ സ്ലൈസിലെത്തി. അപ്പോഴത്തേക്ക് എന്ത് തോന്നുന്നു? മതി, ഓക്കെ, സാറ്റിസ്ഫാക്ഷൻ കഴിഞ്ഞു. സോ മാർജിനൽ യൂട്ടിലിറ്റി കീപ്സ് ഫോളോയിങ് വിത്ത് ഈച്ച് അഡീഷണൽ യൂണിറ്റ് കൺസ്യൂം. അത് ഓരോ അഡീഷണൽ യൂണിറ്റ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നതനുസരിച്ച് മാർജിനൽ യൂട്ടിലിറ്റിക്ക് എന്ത് സംഭവിക്കുന്നു? അത് കുറഞ്ഞു വന്നുകൊണ്ടേയിരിക്കും. ദിസ് ഈസ് ദ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. മാർജിനൽ യൂട്ടിലിറ്റി എപ്പോഴും കുറഞ്ഞുകൊണ്ടേയിരിക്കും. ക്ലിയർ? നോക്കാം, നമുക്ക് രണ്ടും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ടോട്ടൽ യൂട്ടിലിറ്റി, മാർജിനൽ യൂട്ടിലിറ്റി നോക്കുമ്പോൾ ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ ഒബ്റ്റൈൻഡ്. ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു എത്ര യൂണിറ്റ് കഴിക്കുമ്പോൾ നമുക്ക് എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു, അതാണ് ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ. മാർജിനൽ യൂട്ടിലിറ്റി എന്ന് വെച്ചാൽ എന്താണ്? അഡീഷണൽ സാറ്റിസ്ഫാക്ഷൻ ഫ്രം എക്സ്ട്രാ 1 യൂണിറ്റ്. നമ്മളിപ്പോൾ ഒരു യൂണിറ്റ്, ഒരു ചോക്ലേറ്റ് ഒന്ന് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും സാറ്റിസ്ഫാക്ഷൻ കിട്ടി, അത് ടോട്ടൽ സാറ്റിസ്ഫാക്ഷനാണ്. നമ്മൾ രണ്ടാമതൊരെണ്ണം കൂടെ കഴിക്കുമ്പോൾ കിട്ടുന്നതാണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ? പിന്നെ സം ഓഫ് ഓൾ മാർജിനൽ യൂട്ടിലിറ്റി, ടി യു എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ടി യു is equal to mu1 പ്ലസ് mu2 പ്ലസ് mu3, ഇങ്ങനെയാണല്ലോ. അപ്പൊ സം ഓഫ് ഓൾ മാർജിനൽ യൂട്ടിലിറ്റീസ്. ഓക്കെ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ യൂട്ടിലിറ്റിക്കകത്ത് നിന്ന് ഓരോ യൂണിറ്റ് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? തൊട്ട് മുമ്പലത്തെ യൂട്ടിലിറ്റി കുറയ്ക്കുമ്പോഴാണ് നമുക്ക് മാർജിനൽ യൂട്ടിലിറ്റി കിട്ടുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് വെച്ചാൽ 10 ആണെന്ന് കരുതുക. നമ്മൾ രണ്ടാമതൊരു യൂണിറ്റ് കൂടെ കഴിച്ചു, അപ്പോൾ അത് mu1 എത്രയായി? 5. അപ്പോൾ ടോട്ടൽ യൂണിറ്റ് എത്രയായി? 15. ഈ 10ഉം 5ഉം കൂടെ കൂട്ടും. ഓക്കെ, ആൻഡ് ജനറലി ഇൻക്രീസസ് വിത്ത് കൺസംഷൻ അപ് ടു എ പോയിന്റ്. ഓക്കെ, ടോട്ടൽ യൂട്ടിലിറ്റി എപ്പോഴും കൂടും, ഒരു പോയിന്റ് വരെ കൂടും. ഓക്കെ, ബട്ട് ഈ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറലി ഡിക്രീസസ് ആസ് ദ കൺസംഷൻ ഇൻക്രീസസ്. കൺസംഷൻ കൂടുന്നതനുസരിച്ച് കുറയും. ഇപ്പം ഞാൻ ഉദാഹരണം പറയാണ്, നിങ്ങൾക്ക് ഒരു ബിരിയാണി തന്നു. ഓക്കെ, ഒരു ബിരിയാണി നിങ്ങൾ കഴിക്കുമ്പോൾ ഫുള്ള് കഴിച്ച് തീർത്തപ്പോഴത്തേക്ക് ടോട്ടൽ യൂട്ടിലിറ്റി, അപ്പോൾ അവിടെ യൂട്ടിലിറ്റി കൂടുകയാണ്. അപ്പൊ ടോട്ടൽ യൂട്ടിലിറ്റി എത്ര? ഇപ്പൊ 10 ആയെന്ന് വിചാരിച്ചു, ഒരു ഫുൾ ബിരിയാണി കഴിച്ചപ്പോഴത്തേക്ക്. സോ നെക്സ്റ്റ് സ്റ്റെപ്പ്, നിങ്ങൾ ഒരു രണ്ടാമതും കൂടെ ഓർഡർ ചെയ്യുമ്പോഴത്തേക്ക് രണ്ടാമത്തെ അഡീഷണൽ യൂണിറ്റിനുള്ള യൂട്ടിലിറ്റി എന്ത് ചെയ്യുന്നു? കുറയും. അതാണ് പറയുന്നത് മാർജിൻ യൂട്ടിലിറ്റി ജനറലി ഡിക്രീസസ് ബട്ട് ടോട്ടൽ യൂട്ടിലിറ്റി ജനറലി ഇൻക്രീസസ്. ഓക്കെ, ഡിപ്പെൻസ് ഓൺ ടോട്ടൽ ക്വാണ്ടിറ്റി കൺസ്യൂംഡ്. ഓക്കെ, അടുത്ത എന്താണ്? ടോട്ടൽ ക്വാണ്ടിറ്റി, എത്രത്തോളം നമ്മൾ ക്വാണ്ടിറ്റി കൺസ്യൂം ചെയ്യുന്നതിനനുസരിച്ചിരിക്കും ടോട്ടൽ യൂട്ടിലിറ്റി
ദിസ് ഇസ് ഡിപ്പെൻസ് ഓൺ ലാസ്റ്റ് യൂണിറ്റ് കൺസ്യൂംഡ്. ഓക്കെ, മാർജിനൽ യൂട്ടിലിറ്റി എപ്പോഴും തൊട്ട് മുമ്പ് എത്ര നമ്മൾ കൺസ്യൂം ചെയ്തു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി ലാസ്റ്റ് യൂണിറ്റ്. ഇപ്പം നമ്മൾ ഒരു യൂണിറ്റ് കഴിച്ചു, രണ്ടാമത്തെ യൂണിറ്റ് കഴിച്ചു, ഇവിടെ നോക്കിയേ ഈ ലാസ്റ്റ് യൂണിറ്റ് അതാണ് MU എന്ന് പറയുന്നത്, മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ, നമുക്കിനി അടുത്ത ഭാഗത്തേക്ക് പോകാം. അടുത്ത ഭാഗം ഇതാണ് ഡെറിവേഷൻ ഓഫ് ഡിമാൻഡ് കർവ് യൂസിങ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. അതായത് നമ്മളിപ്പോൾ പഠിച്ച ലോ ഓഫ് മാർജിൻ, നമ്മളിപ്പോൾ പഠിച്ച നിയമമാണല്ലോ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. ആ നിയമം വെച്ചിട്ട് നമുക്ക് ഡിമാൻഡ് കർവ് ഡിറൈവ് ചെയ്യാം. ഡെറിവേഷൻ ഓഫ് ഡിമാൻഡ് കർവ് യൂസിങ് ദ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. അതായത് നമ്മൾ മുമ്പേ പഠിച്ച ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി, അതായത് മാർജിനൽ യൂട്ടിലിറ്റി ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന ആ നിയമം വെച്ചിട്ട് നമുക്ക് ഡിമാൻഡ് കർവ് ഡിറൈവ് ചെയ്തെടുക്കാം. ഓക്കെ, അതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിനു മുമ്പായിട്ട് ആദ്യം ഡിമാൻഡ് എന്താണെന്ന് അറിയണമല്ലോ. അപ്പൊ നമുക്ക് ഈ നിയമം നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇനി നമുക്ക് ഡിമാൻഡ് എന്താണെന്ന് നോക്കാം. ഡിമാൻഡ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് എ കമ്മോഡിറ്റി ദാറ്റ് എ കൺസ്യൂമർ ഈസ് വില്ലിംഗ് ടു ബൈ ആൻഡ് ഏബിൾ ടു അഫോർഡ് അറ്റ് ഡിഫറെന്റ് പ്രൈസസ് ഡ്യൂറിങ് എ ഗിവൺ പീരീഡ് ഓഫ് ടൈം. അത് നമുക്ക് ഒരു പ്രത്യേക കാലഘട്ടത്തില് പല വിലകളിൽ നമുക്ക് എത്രത്തോളം ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എത്രത്തോളം സാധനങ്ങളും സേവനങ്ങളും നമുക്ക് പല വിലകളിൽ വാങ്ങാനും അതുപോലെ തന്നെ നമുക്ക് അഫോർഡ് ചെയ്യാനും പറ്റും എന്നതിനെയാണ് നമ്മൾ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്? ഇതെന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ആണ്. അതായത് നമുക്ക് വാങ്ങാൻ പറ്റുന്നതും നമ്മുടെ പൈസ ഉപയോഗിച്ച് നമുക്ക് വാങ്ങാൻ പറ്റുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ക്വാണ്ടിറ്റിക്ക് നമ്മൾ പറയുന്ന പേരാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഒരു പ്രത്യേക പീരീഡിലായിരിക്കും നമ്മൾ മെഷർ ചെയ്യുന്നത്. ഡിമാൻഡ് ഡിപ്പെൻസ് ഓൺ, ഈ ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഫാക്ടർ എന്തൊക്കെയാണ്? പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി. ഓക്കെ, പ്രൈസ് ഒരു ഫാക്ടറാണ് ഒരു പ്രൊഡക്റ്റിന്റെ ഡിമാൻഡിന്. ഓക്കെ, പ്രൈസസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, അതിന്റെ റിലേറ്റഡ് ഗുഡ്സ് ന്റെ വിലയും നമ്മൾ ഡിമാൻഡിനെ സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ കൺസ്യൂമേഴ്സ് ഇൻകം, ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു കൺസ്യൂമറിന്റെ വരുമാനം ഡിമാൻഡിനെ സ്വാധീനിക്കുന്നുണ്ട്. കൺസ്യൂമേഴ്സ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്, ഒരു കൺസ്യൂമറിന്റെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഒക്കെയാണ് ഡിമാൻഡിനെ സ്വാധീനിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഡിമാൻഡ് എന്ന് വെച്ചാൽ? എന്താണ്? ഒരു പല വിലകളിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു കൺസ്യൂമറെ സംബന്ധിച്ച് കൺസ്യൂമറിന് വാങ്ങാനും അഫോർഡ് ചെയ്യാനും പറ്റുന്ന, പല വിലകളിൽ വാങ്ങാനും അഫോർഡ് ചെയ്യാനും പറ്റുന്ന സാധനങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് പറയുന്ന പേരാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഫാക്ടർ എന്ന് വെച്ചാൽ ഒന്ന് പ്രൈസ് ഉണ്ട്. നമുക്ക് വില കൂടുകയാണെങ്കിൽ നമ്മളൊരു സാധനം കൂടുതൽ വാങ്ങാൻ താല്പര്യപ്പെടത്തില്ല. പക്ഷെ ഒരു സാധനത്തിന്റെ വില കുറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് വാങ്ങാൻ താല്പര്യപ്പെടും. ഉദാഹരണത്തിന് സൂപ്പർ മാർക്കറ്റിലൊക്കെ നമ്മൾ പോകുമ്പോൾ ശ്രദ്ധിക്കുക, അപ്പം ഒരു ചില 50% ഓഫിലൊക്കെ സാധനങ്ങൾ വെക്കും. അപ്പം 50% ഓഫ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കൊടുക്കുന്നതിന് പകുതി വില കൊടുത്താൽ മതി. അപ്പോൾ കൂടുതൽ ആളുകൾ വാങ്ങും. ഇപ്പൊ ഡിമാൻഡ് കൂടും പ്രൈസ് കുറയുമ്പോൾ. അതുപോലെ പ്രൈസസ് ഓഫ് റിലേറ്റഡ് ഗുഡ്, സബ്സ്റ്റിറ്റ്യൂട്ട്, കോംപ്ലിമെന്റ്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് വെച്ചാൽ നമ്മൾ പകരം ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. ഇപ്പം ടീ എന്ന് പറയുന്നത്, ടീയുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് കോഫി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ടീയുടെ വില കൂടുമ്പോൾ എല്ലാവരും കോഫിക്ക് ഡിമാൻഡ് ചെയ്യും. ഇപ്പൊ കോഫിയുടെ വില കുറയുമ്പോൾ കൂടുതൽ ആളുകളും കോഫിക്ക് ഡിമാൻഡ് ചെയ്യും. അപ്പം റിലേറ്റഡ് ഗുഡ്സും അതുപോലെ കോംപ്ലിമെന്ററി ഗുഡ്, കോംപ്ലിമെന്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഒപ്പം ഉപയോഗിക്കുന്ന സാധനങ്ങൾ. ഇപ്പൊ നമ്മളൊരു പെന്ന് നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ അതിന്റെ കോംപ്ലിമെന്ററി ഗുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇങ്ക് ആണ്. ഓക്കെ, അതായത് ഇപ്പൊ പേനയുടെ ഒരു പേന നമ്മൾ വാങ്ങി അതിന്റെ ഇങ്കിന്റെ വില കൂടുകയാണെന്നുണ്ടെങ്കിൽ ആ പേന ഡിമാൻഡ് കുറയും. ഓക്കെ, നല്ല മഷിക്കൊക്കെ നല്ല വില കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ പേന നമ്മൾ ഉപയോഗിക്കത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? സോ പ്രൈസസ് ഓഫ് റിലേറ്റഡ് ഗുഡും സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡും. കൺസ്യൂമേഴ്സ് ഇൻകം, വരുമാനം നമ്മൾ നോക്കും. അതുപോലെ തന്നെ കൺസ്യൂമറിന്റെ താല്പര്യങ്ങൾ. ഇതൊക്കെയാണ് ഒരു പ്രൊഡക്റ്റിന്റെ ഡിമാൻഡിനെ നമ്മൾ സ്വാധീനിക്കുന്നത്. Okay, while drawing the demand curve, only the price of a commodity changes. All other factors assumed to be remain constant. Ceteris paribus എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ലോ ഓഫ് ഡിമാൻഡ് പഠിക്കാം. ഓക്കെ, ഇപ്പൊ നമ്മൾ ജസ്റ്റ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി വെച്ചിട്ട് നമ്മൾ ഡിമാൻഡ് കർവ് വരയ്ക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഡിമാൻഡ് കർവിന് എന്താന്ന് നോക്കാം. ഡിമാൻഡ് എന്താന്ന് മനസ്സിലായല്ലോ. ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ക്വാണ്ടിറ്റിക്കാണ് നമ്മൾ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. ഇതൊരു ഗ്രാഫാണ് ഷോയിങ് ദ റിലേഷൻ ബിറ്റ്വീൻ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ്. ഒരു സാധനത്തിന്റെ വിലയും
ആ സാധനത്തിന്റെ വിലക്കനുസരിച്ച് എത്രത്തോളം ആ സാധനം ആളുകൾ വാങ്ങാൻ താല്പര്യപ്പെടുന്നു, ഇത് രണ്ടും കൂടെ വെച്ചിട്ട് നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. അപ്പൊ ഡിമാൻഡ് കർവിന് ഇതാണ് ഗ്രാഫ്. ഒരു എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ് ഉണ്ട്. എക്സിൽ നമ്മൾ എന്താ കൊടുക്കുന്നത്, ക്വാണ്ടിറ്റി. ആൻഡ് വൈ ആക്സിൽ എന്താ കൊടുക്കുന്നത്, പ്രൈസ്. ഓക്കെ, ഒരു സാധനത്തിന്റെ പ്രൈസും ക്വാണ്ടിറ്റിയും നമ്മൾ ഗ്രാഫിൽ കാണിക്കുന്നതിനാണ് നമ്മൾ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഷേപ്പ് ഓഫ് ഡിമാൻഡ് കർവ്. ഡിമാൻഡ് കർവിന്റെ ഷേപ്പ് നമുക്ക് നോക്കാം. ദ ഡിമാൻഡ് കർവ് സ്ലോപ്പ് ഡൗൺവേർഡ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. അതായത് ഈ ലെഫ്റ്റിൽ നിന്ന് ശ്രദ്ധിച്ചോണേ, ഇത് ലെഫ്റ്റ് ആണല്ലോ, ഈ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് എന്ത് ചെയ്യുന്നത്, ഡിമാൻഡ് കർവ് എപ്പോഴും ഇങ്ങനെ സ്ലോപ്പ് ആയിട്ട് കിടക്കുന്നത്. ദിസ് ഇൻഡിക്കേറ്റ്സ് ദ ഇൻവേഴ്സ് റിലേഷൻ ബിറ്റ്വീൻ ദ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ്. എന്തുകൊണ്ടാണ് ഈ സ്ലോപ്പ് ശരിക്കും സ്ലോപ്പ് ആയി പോകുന്നത്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് സ്ലോപ്പ് ആവുന്ന ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസും അതിന്റെ ഡിമാൻഡും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ദാറ്റ് മീൻസ് പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, ഡിമാൻഡ് കൂടുമ്പോൾ പ്രൈസ് കുറയും. ഇങ്ങനൊരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഡിമാൻഡ് കർവ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് സ്ലോപ്പ് വരുന്നത്. ഓക്കെ, ഞാനൊന്ന് കാണിച്ചു തരാം. ഇപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഞാൻ ഡിമാൻഡ് കർവ് വരയ്ക്കാം. ഇവിടെ നമ്മൾ ക്വാണ്ടിറ്റി, ഇവിടെ പ്രൈസ് വെക്കുകയാണ്. പ്രൈസ് 1, 2, 3, 4. ഇത് 1, 2, 3, 4. ഓക്കെ, ഇപ്പൊ നമ്മൾ ഒരു സാധനത്തിന്റെ വില 1 രൂപയെന്ന് കരുതുക. ഓക്കെ, 1 രൂപ എന്ന് പറയുമ്പോൾ ഏകദേശം 4 ക്വാണ്ടിറ്റി വിറ്റുപോയി. ഓക്കെ, എന്നിട്ട് ഈ സാധനത്തിന്റെ വില 1ൽ നിന്ന് 2ലേക്ക് എത്തി. അതായത് 1 രൂപ കൂട്ടി കഴിയുമ്പോഴത്തേക്ക് 1 രൂപയ്ക്ക് വിറ്റുപോയ അത്രയും ക്വാണ്ടിറ്റി എന്തായാലും വില കൂടുമ്പോൾ പോകത്തില്ല, കാര്യം കുറച്ചുകൂടെ കുറയും. അപ്പോൾ അത് നമുക്ക് 3 പ്ലോട്ട് ചെയ്യാം. ഇനി വീണ്ടും സാധനത്തിന്റെ വില കൂടുമ്പോഴും നമ്മൾ വാങ്ങുന്ന ക്വാണ്ടിറ്റി കുറയ്ക്കും. വീണ്ടും പ്രൈസ് 4 എത്തിക്കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഒരെണ്ണമേ വാങ്ങുള്ളൂ. ഓക്കെ, അത് നമ്മളൊന്ന് കണക്ട് ചെയ്ത് നോക്കിക്കേ. ഇതാണ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. അതായത് സാധനത്തിന്റെ വില കൂടുമ്പോൾ അതിന്റെ ഡിമാൻഡ് കുറയുന്നു. അതിനനുസരിച്ച് വരയ്ക്കുന്ന ഈ ഇൻവേഴ്സ് റിലേഷൻഷിപ്പിന് പറയുന്ന പേരാണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി നമുക്ക് പറയേണ്ടത് വൈ ഡാസ് ഡിമാൻഡ് കർവ് സ്ലോപ്പ് ഡൗൺവേർഡ്സ്. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഈ ഡിമാൻഡ് കർവ് സ്ലോപ്പ് ആവുന്നത്, താഴേക്ക് സ്ലോപ്പ് ആവുന്നത് എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമ്മൾ 2 കാര്യം പറഞ്ഞു. ഡിമാൻഡിനെ കുറിച്ച് പറഞ്ഞു, ഡിമാൻഡ് കർവിനെ കുറിച്ച് പറഞ്ഞു, ഡിമാൻഡ് കർവ് സ്ലോപ്പ് ആവുന്നതിനെ കുറിച്ച് പറഞ്ഞു, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക്. അത് നമ്മൾ പറഞ്ഞ എന്താണ് കാരണം, ആ പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ് അതിന്റെ കാരണം എന്ന് പറയുന്നത്. The downward slope of the demand curve can be explained using the law of diminishing marginal utility. നമുക്ക് ആ സ്ലോപ്പ് ഡൗൺവേർഡ്സ്, താഴേക്ക് സ്ലോപ്പ് ചെയ്യുന്നു എന്ന കാര്യം നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു നിയമം നോക്കണം. ആ നിയമമാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ആസ് എ കൺസ്യൂമർ കൺസ്യൂംസ് മോർ യൂണിറ്റ് ഓഫ് എ കമ്മോഡിറ്റി. അതായത് ഒരു കൺസ്യൂമർ സാധനങ്ങളുടെ ഉപയോഗിക്കുന്നത്, കൺസ്യൂം ചെയ്യുന്നതിന്റെ ക്വാണ്ടിറ്റി കൂടുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി ഡിക്രീസ് ചെയ്യുന്നു. ഇപ്പം ഒരാള് 5 ചോക്ലേറ്റ്, ഓക്കെ, 5 ചോക്ലേറ്റ് കയ്യിലുണ്ട്. ഇപ്പൊ 5 ചോക്ലേറ്റ് നമ്മൾ 1 കഴിക്കുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ രണ്ടാമത്തിൽ കിട്ടത്തില്ല, രണ്ടാമത് കഴിക്കുമ്പോൾ കിട്ടുന്നത് മൂന്നാമത്തിൽ കിട്ടത്തില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. സിൻസ് ഈച്ച് അഡീഷണൽ യൂണിറ്റ് പ്രൊവൈഡ്സ് ലെസ് സാറ്റിസ്ഫാക്ഷൻ, ദ കൺസ്യൂമർ ഈസ് വില്ലിംഗ് ടു പേ എ ലോവർ പ്രൈസ് ഫോർ ദാറ്റ് അഡീഷണൽ യൂണിറ്റ്. അപ്പൊ കൺസ്യൂമർ എന്ത് ചെയ്യും, ആ ഓരോ അഡീഷണൽ യൂണിറ്റിന് വളരെ കുറച്ച് വില കൊടുക്കാൻ മാത്രം താല്പര്യപ്പെടും. ഓക്കെ, നമുക്കൊരു എന്താ പറയുന്ന, ഉദാഹരണത്തിന് ഞാൻ പറയാണ്, ഇപ്പൊ നമ്മൾ കുറച്ച് പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആദ്യത്തെ തവണ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ രണ്ടാമത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടാമത്തെ യൂണിറ്റ് വാങ്ങാൻ വളരെ കുറച്ച് പ്രൈസ് മാത്രമേ കൊടുക്കുകയുള്ളൂ. Therefore more units are purchased only when the price fall. അപ്പം വില കുറയുമ്പോൾ നമ്മൾ കൂടുതൽ വാങ്ങും. ഹെൻസ് ഡിമാൻഡ് കർവ് സ്ലോപ്പ് ഡൗൺവേർഡ്സ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡിമാൻഡ് കർവ് താഴേക്ക് പോകും. ഞാൻ ഒന്നുകൂടെ പറയാം. ഇപ്പൊ നമ്മൾ ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങി, ക്ലിയർ. ഇപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങി, അത് ഉപയോഗിച്ചു കഴിഞ്ഞപ്പോൾ യൂട്ടിലിറ്റി കൂടുതലാ എന്ന് കരുതുക, യൂട്ടിലിറ്റി കൂടുതലാ. നമ്മൾ രണ്ടാമത്തെ യൂണിറ്റ് മേടിക്കുമ്പം നമുക്ക് ആ ആദ്യത്തെ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഒരിക്കലും കിട്ടത്തില്ല. അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കും, ഇത് കുറഞ്ഞ വിലയ്ക്ക് കിട്ടിയാൽ നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് വേണ്ട, കുറഞ്ഞ വിലയ്ക്ക് നമ്മൾ മേടിച്ചാലോ എന്ന് നമ്മൾ ആലോചിക്കും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, കുറഞ്ഞ വിലയ്ക്ക് കൂടുതൽ യൂണിറ്റ് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കും, അല്ലെങ്കിൽ നമ്മൾ വില കുറയുമ്പോൾ സാധനം നമ്മൾ കൂടുതൽ മേടിക്കാൻ ശ്രമിക്കും. അങ്ങനെ നോക്കുമ്പോൾ
അപ്പോൾ വില കൂടുമ്പോൾ കൂടുതൽ സാധനം മേടിക്കും. അത് പ്രൈസ് കുറയുമ്പോൾ പ്രൈസ് കുറയുമ്പോൾ നമ്മൾ കൂടുതൽ ഡിമാൻഡ് ചെയ്യും. വില ഒന്നുകൂടെ പറയാം, പ്രൈസ് കൂടുമ്പോൾ നമ്മൾ ഡിമാൻഡ് കൂടുതൽ ചെയ്യും. മനസ്സിലായ? ആ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് വന്നാണ്ടോ, അതാണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അത് മാർജിനൽ യൂട്ടിലിറ്റി ആയിട്ട് കണക്ഷൻ ഉണ്ട്. അതാണ് നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റി ആ നിയമം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിമാൻഡ് കർവ് വരയ്ക്കുന്നത്. മനസ്സിലാവുന്നുണ്ട്? ആ ഐഡിയ കിട്ടുന്നുണ്ടോ? ഓക്കെ. എന്തുകൊണ്ടാണ് ഡിമാൻഡ് കർവ് താഴേക്ക് ഡൗൺവേർഡിലേക്ക് നമ്മൾ സ്റ്റോപ്പായിട്ട് പോകുന്നതെന്ന് മനസ്സിലായോ? അത് ഈ മാർജിനൽ യൂട്ടിലിറ്റി കാരണമാണ്. മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചത്? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചത്. കൺസ്യൂമർ ബിഹേവിയർ, കൺസ്യൂമറെ കുറിച്ച് പറഞ്ഞു, കൺസ്യൂമർ ബിഹേവിയറിനെ കുറിച്ച് പറഞ്ഞു, യൂട്ടിലിറ്റി അവിടെ തൊട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. യൂട്ടിലിറ്റി, നീഡ് ആൻഡ് യൂട്ടിലിറ്റി, കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്, പിന്നെന്താണ് ടോട്ടൽ യൂട്ടിലിറ്റി, മാർജിനൽ യൂട്ടിലിറ്റി, അതിൻ്റെ ടേബിൾസ്, പിന്നെ ഡിമാൻഡ് കർവ്. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഓക്കെ. നിങ്ങൾ ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ എല്ലാ ക്ലാസ്സുകളും കൃത്യമായിട്ട് കേൾക്കാൻ ശ്രമിക്കുക. ഓക്കെ. അപ്പം എന്തായാലും നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിരിക്കും. അപ്പം നിങ്ങൾ ക്ലാസ്സുകൾ കേൾക്കുക. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളെ അറിയിക്കുക, കമൻ്റായിട്ട് പറയുക. നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആണ് ക്ലാസ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.